ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ റിയൽ ബാലൻസ് എഫക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. റിയൽ ബാലൻസ് എഫക്റ്റ്. നമുക്ക് ആദ്യം എന്താണ് റിയൽ ബാലൻസ് എഫക്റ്റ് എന്ന് നോക്കാം. ദ റിയൽ ബാലൻസ് എഫക്റ്റ് ഇത് ഓൾസോ കോൾഡ് ദ പിഗു എഫക്റ്റ്. പിഗു എഫക്റ്റ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഇത് ഒരു എക്കണോമിസ്റ്റിന്റെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഇത് ആഫ്റ്റർ എക്കണോമിസ്റ്റ് ആർതർ സെസിൽ പിഗു, ഇദ്ദേഹമാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. റെഫേഴ്സ് ടു ഹൗ ചേഞ്ചസ് ഇൻ ദ പ്രൈസ് ലെവൽ, അതായത് ജനറൽ പ്രൈസ് ലെവലിലെ, അതായത് വിലയിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ, ഓക്കെ, ഇങ്ങനെ ഉണ്ടാകുന്ന ഈ പ്രൈസ് ലെവൽ ഉണ്ടാകുന്ന വ്യത്യാസം അഫക്റ്റ് കൺസംഷൻ ആൻഡ് അഗ്രിഗേറ്റ് ഡിമാൻഡ്. ഇത് ഏതിനെയൊക്കെ ബാധിക്കുന്നു? കൺസംഷനെ, ആൾക്കാരുടെ ഉപഭോഗം, സാധനങ്ങൾ മേടിക്കുന്ന ആ ഒരു പ്രക്രിയയും അഗ്രിഗേറ്റ് ഡിമാൻഡിനെ എങ്ങനെ ബാധിക്കുന്നു എന്നാണ് ഇത് പറയുന്നത്. എങ്ങനെയാണ്? ബൈ ആൾട്ടറിങ് ദ റിയൽ വാല്യൂ മണി ഓഫ് ഹോൾഡിംഗ്. അവരുടെ കയ്യിലുള്ള പണത്തിന്റെ റിയൽ വാല്യൂ ഉണ്ട്. അപ്പൊ ഈ വാല്യൂ ചേഞ്ച് ചെയ്തുകൊണ്ടാണ് ഈ ഒരു വേരിയേഷൻ സംഭവിക്കുന്നത്. അപ്പൊ ഇതാണ്, ഈ കാര്യമാണ് ഇതിൽ പിഗു എഫക്റ്റ് അഥവാ റിയൽ ബാലൻസ് എഫക്റ്റിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇനി നമുക്കിത് എങ്ങനെ വർക്ക് ചെയ്യുന്ന നോക്കാം. ഹൗ ഇറ്റ് വർക്ക്സ്. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വെൻ പ്രൈസ് ലെവൽസ് ഫാൾ, അതായത് ജനറൽ പ്രൈസ് ലെവലിൽ കുറയുന്ന ഒരു അവസ്ഥ. ഇതിന് ഡീഫ്ലേഷൻ, പണച്ചുരുക്കം എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ഫൈനൽ എഫക്റ്റ് എന്ന് പറയുന്നത് സാധനങ്ങൾക്കും സേവനങ്ങൾക്കും വില കുറയുന്ന ഒരു അവസ്ഥ. ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ദ റിയൽ വാല്യൂ ഓഫ് മണി, അതായത് പർച്ചേസിംഗ് പവർ ഇൻക്രീസസ്. അവർക്ക് പർച്ചേസിംഗ് പവർ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പം പീപ്പിൾസ് ക്യാഷ് സേവിങ്സ് ആൻഡ് ഫിക്സ്ഡ് മണി അസറ്റ്സ് ലൈക്ക് ബാങ്ക് ഡെപ്പോസിറ്റ്, അവർക്ക് കയ്യിൽ കുറച്ച് സേവിംഗ് ഉണ്ടാവും, അല്ലെന്നുണ്ടെങ്കിൽ ബാങ്കിൽ ഇട്ടിട്ടുണ്ടാവും. ഈ പണം ഉപയോഗിച്ച് ക്യാൻ ബൈ മോർ ഗുഡ്സ് ആൻഡ് സർവീസസ്. അവർക്ക് നിലവിൽ ഇപ്പോൾ സാധനങ്ങളുടെ സേവനങ്ങളുടെ വില കുറഞ്ഞതുകൊണ്ട് കൂടുതൽ സാധനങ്ങൾ സേവനങ്ങൾക്കും ആ നിലവിലുള്ള പണം ഉപയോഗിച്ച് മേടിക്കാൻ കഴിയുന്നു. ഇതാണ് ഒരു എഫക്റ്റ് എന്ന് പറയുന്നത്. ആസ് എ റിസൾട്ട്, ഇതിന്റെ ഫലമായിട്ട് എന്താണ് ഉണ്ടാകുന്നത്? കൺസ്യൂമേഴ്സ് ഫീൽ വെൽത്തിയർ. അവർ പണക്കാരായിട്ട് അവർക്ക് തോന്നും. കാര്യം കുറച്ച് കാശേ ഉള്ളൂ, അവർക്ക് കൂടുതൽ സാധനങ്ങളും സേവനങ്ങളും മേടിക്കാന്നുള്ളത് കൊണ്ട്. ആൻഡ് ഇൻക്രീസ് ദെയർ സ്പെൻഡിങ്, അതായത് അവരുടെ കൺസംഷൻ, അവർ സാധനങ്ങൾ മേടിക്കുന്ന ആ ഒരു തോത് കൂട്ടും. അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ എന്ത് സംഭവിക്കും? ഹയർ കൺസംഷൻ ബൂസ്റ്റ് അഗ്രിഗേറ്റ് ഡിമാൻഡ്. ഇങ്ങനെ ആൾക്കാർ സാധനങ്ങളും സേവനങ്ങളും കൂടുതൽ കൺസ്യൂം ചെയ്യുമ്പോഴത്തേക്ക് അവർ അഗ്രിഗേറ്റ് ഡിമാൻഡ്, എല്ലാവരുടെയും ഡിമാൻഡിനാണല്ലോ, അതായത് ഒരു രാജ്യത്തുള്ള എല്ലാ ആൾക്കാരുടെയും ഡിമാൻഡിനാണ് അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ അഗ്രിഗേറ്റ് ഡിമാൻഡ് വർദ്ധിക്കുന്നു, ലീഡിങ് ടു എക്കണോമിക് ഗ്രോത്ത്. അവിടെ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. എങ്ങനെ? അപ്പോൾ അഗ്രിഗേറ്റ് ഡിമാൻഡ് വർദ്ധിക്കുമ്പോഴത്തേക്ക് ഫേംസ് എന്ത് ചെയ്യും? അത് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ സർവീസ് അല്ലെങ്കിൽ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ നാഷണൽ ഔട്ട്പുട്ട് അഥവാ GDP വർദ്ധിക്കുകയും ഒരു എക്കണോമി ഗ്രോ ആവുകയും ചെയ്യുന്നു. അടുത്തത് വെൻ പ്രൈസ് ലെവൽസ് റൈസ്, അതായത് പ്രൈസ് ലെവൽ കൂടുമ്പോഴത്തേക്ക്. അപ്പൊ ഇങ്ങനെ ഒരു സിറ്റുവേഷനാണ്, പ്രൈസ് ലെവൽ കൂടുന്ന സാധനങ്ങൾക്ക് സേവനങ്ങൾക്കൊക്കെ വില കൂടുന്ന അവസ്ഥയാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇൻഫ്ലേഷൻ ഉണ്ടാകുമ്പോഴത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ് ആണ് സംഭവിക്കുന്നത്. ദ റിയൽ വാല്യൂ ഓഫ് മണി ഡിക്ലൈൻസ്, അതായത് ആൾക്കാരുടെ റിയൽ വാല്യൂ ഓഫ് മണി, കയ്യിലുള്ള പണത്തിന്റെ യഥാർത്ഥ മൂല്യം കുറയുന്നു. അപ്പൊ പർച്ചേസിംഗ് പവർ കുറയുന്നു, പർച്ചേസിംഗ് പവർ ഡിക്രീസസ്. പീപ്പിൾ ഫീൽ പുവറർ, അവർ പാവപ്പെട്ടവരായിട്ട് തോന്നുന്നത്. ഒരുപാട് കാശ് കൊടുത്തിട്ടും കുറച്ച് സാധനങ്ങളും സേവനങ്ങളെ കിട്ടുന്നുള്ളൂ. ആൻഡ് റെഡ്യൂസ് ദെയർ സ്പെൻഡിങ്, അവരുടെ സ്പെൻഡിങ് കുറയ്ക്കുകയും ലോവറിങ് അഗ്രിഗേറ്റ് ഡിമാൻഡ്, ഇവിടെ അഗ്രിഗേറ്റ് ഡിമാൻഡ് കുറയുകയാണ് ചെയ്യുന്നത് ഈ ഒരു അവസ്ഥയിൽ. ഇനി നമുക്ക് ഇതിന്റെ വളരെ സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ നോക്കാം. സപ്പോസ് യു ഹാവ് $1000 ഇൻ ക്യാഷ്. നിങ്ങളുടെ കയ്യിൽ $1000 ക്യാഷ് ആയിട്ട് ഇരിക്കുകയാണ്. ആൻഡ് ദ പ്രൈസ് ഓഫ് എ പ്രൊഡക്റ്റ് ഈസ് $10 പെർ യൂണിറ്റ്, അതായത് ഒരു ഉൽപ്പന്നത്തിന്റെ വില $10 ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ $1000 വെച്ചിട്ട് ഈ $10 എത്ര സാധനങ്ങൾ മേടിക്കാം? യു ക്യാൻ ബൈ 100 യൂണിറ്റ്സ്. അപ്പൊ 100 into 10,000. ഓക്കെ, ഇതാണ് ആദ്യത്തെ അവസ്ഥ. ഇനി ഇഫ് പ്രൈസസ് ഫാൾ, വില കുറഞ്ഞു, ഈ $10 എന്നുള്ളത് $5 ആയിട്ട് കുറഞ്ഞെന്നിരിക്കട്ടെ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നേരത്തെയുള്ള ആ $1000 വെച്ചിട്ട് ഇപ്പൊ എത്ര സാധനങ്ങൾ മേടിക്കാം? നിങ്ങൾക്ക് 200 യൂണിറ്റ് മേടിക്കാം. യുവർ $1000 ക്യാൻ നൗ ബൈ 200 യൂണിറ്റ്സ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ആ ഒരു പർച്ചേസിംഗ് പവർ കൂടുന്നത്. ദിസ് മേക്സ് യു ഫീൽ വെൽത്തിയർ, അത് നിങ്ങൾ കൂടുതൽ പണക്കാരനായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു. സോ യു മേ സ്പെൻഡ് മോർ, നിങ്ങൾ കൂടുതൽ പണം ചെലവാക്കും. ഇൻക്രീസിംഗ് ഡിമാൻഡ് ഇൻ ദ എക്കണോമിയിൽ ഡിമാൻഡ് കൂടും. ഇതാണ് സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ. ഇനി നമുക്ക് ഈ റിയൽ ബാലൻസ് എഫക്റ്റ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള ആ ഒരു പഠനം നടത്തുന്നതിനുള്ള പ്രാധാന്യം നോക്കാം. ഇമ്പോർട്ടൻസ് ഓഫ് ദ റിയൽ ബാലൻസ് എഫക്റ്റ്. അതിൽ ആദ്യത്തേത് എക്സ്പ്ലെയിൻസ് ദ ലിങ്ക് ബിറ്റ്വീൻ പ്രൈസ് ലെവൽ, ആ ജനറൽ പ്രൈസ് ലെവല്, പർച്ചേസിംഗ് പവർ ആൻഡ് കൺസംഷൻ. ഇതിന്റെയൊക്കെ ഒരു ലിങ്ക് മനസ്സിലാക്കി കൊടുക്കുന്നു. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രൈസ് ലെവല് കുറയുമ്പോഴത്തേക്ക് പർച്ചേസിംഗ് പവർ കൂടുന്ന പോലെ. അപ്പോൾ ആ ഒരു ലിങ്ക്, ആ ഒരു കണക്ഷൻ ലിങ്ക് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അടുത്തത് ഹെൽപ്സ് അണ്ടർസ്റ്റാൻഡ് ഹൗ ഡീഫ്ലേഷൻ ക്യാൻ ബൂസ്റ്റ് ഡിമാൻഡ് ആൻഡ് എക്കണോമിക് ആക്ടിവിറ്റി. നേരത്തെ പറഞ്ഞ പോലെ ഡീഫ്ലേഷൻ ഉണ്ടാകുമ്പോഴത്തേക്ക് അത് ഡിമാൻഡിനെയും അഗ്രിഗേറ്റ് ഡിമാൻഡിനെയും എക്കണോമിക് ആക്ടിവിറ്റിയെയും ബൂസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. അടുത്തത് സപ്പോർട്ട്സ് മോണിറ്ററി പോളിസി ഡിസിഷൻ, അതായത് ഒരു എക്കണോമിയിൽ ഇൻഫ്ലേഷൻ ഉണ്ടാകുമ്പോഴും ഡീഫ്ലേഷൻ ഉണ്ടാകുമ്പോഴും അതിന്റെ സെൻട്രൽ ബാങ്ക് എടുക്കുന്ന മോണിറ്ററി പോളിസി ഡിസിഷനെ ഇത് സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയുടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.